നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണം. ടെൽ അവീവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ്, ഹൈഫയിലെയും കിഴക്കൻ ജെറുസലേമിലെയും സുരക്ഷാ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നെതന്യാഹുവിനെയും സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ കുറ്റവാളിയായ പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യോമസേനാ മേധാവിയുടെ ആസ്ഥാനവും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് IRGC പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനയുടെ കീഴിലായിരുന്നു ഗാർഡ്സ് പ്രവർത്തിച്ചിരുന്നത്. ഇസ്രായേൽ വ്യോമസേന കമാൻഡറുടെ ആസ്ഥാനവും തങ്ങളുടെ ലക്ഷ്യമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ലക്ഷ്യമിട്ട കേന്ദ്രങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസ്ഥ അനിശ്ചിതത്വത്തിലാണെന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. ശനിയാഴ്ച പരമോന്നത നേതാവ് അലി ഖമീനി കൊല്ലപ്പെട്ട US ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം 10 തവണയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായും ടെഹ്റാൻ അറിയിച്ചു. ഈ സൈനിക നടപടി നിയമാനുസൃതമായ ആത്മരക്ഷാർത്ഥമുള്ള ഒന്നാണെന്നും ഇസ്രായേൽ പ്രദേശങ്ങളും മേഖലയിലെ US സൈനിക താവളങ്ങളും തുടർച്ചയായ ഘട്ടങ്ങളിലായി ആക്രമിക്കപ്പെടുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ അവകാശവാദത്തെ ഇസ്രായേൽ തള്ളി. ഇറാന്റെ അവകാശവാദം വെറും വ്യാജ വാർത്ത എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ വിശദീകരണം. ഏകദേശം 2 മണിക്കൂർ മുമ്പ് തലസ്ഥാനത്ത് അപായ സൈറണുകൾ മുഴങ്ങിയെങ്കിലും ജെറുസലേമിലും മിസൈലുകൾ പതിച്ചതായി റിപ്പോർട്ടുകളൊന്നുമില്ല. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നെതന്യാഹുവിന്റെ ഓഫീസ് സുരക്ഷിതമാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. പ്രചാരണ ആവശ്യങ്ങൾക്കായി സ്വന്തം സൈനിക നേട്ടങ്ങളെ അതിശയോക്തി കലർത്തി അവതരിപ്പിക്കുന്ന രീതി ഇറാനിയൻ ഭരണകൂടത്തിന് പണ്ടേ ഉള്ളതെന്നാണ് ഇസ്രായേലിന്റെ പരിഹാസം. ഇറാനെതിരെയുള്ള US ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണം ഇന്ന് കൂടുതൽ മേഖലകളിലേക്കും വ്യാപിച്ചു. സംഘർഷം ലഘൂകരിക്കപ്പെടുമെന്ന സൂചനകളൊന്നുമില്ലാതെ യുദ്ധം ലെബനനിലേക്കും പടരുകയാണ്. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതിനെ തുടർന്ന് അവരുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേലിന് പുറമെ ഗൾഫ് രാജ്യങ്ങളിലേക്കും സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിന് നേരെയും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഏകദേശം 4 പതിറ്റാണ്ടോളം രാജ്യം ഭരിക്കുകയും ഈ വർഷം ആദ്യം സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന സുരക്ഷാ സേനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഖമീനിയുടെ വധത്തെ ചില ഇറാനികൾ സ്വാഗതം ചെയ്തു. എന്നിരുന്നാലും അധികാരം വിട്ടുകൊടുക്കുന്നതിൻ്റെ യാതൊരു സൂചനയും ഇറാനിലെ യാഥാസ്ഥിതിക പുരോഹിത നേതൃത്വം നൽകിയിട്ടില്ല. ഖമീനിയുടെ മരണത്തിന് പ്രതികാരമായി ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ആക്രമണം തുടങ്ങിയതോടെ യുദ്ധത്തിൽ ഒരു പുതിയ മുഖം കൂടി തുറക്കപ്പെട്ടു. ഇതിന് മറുപടിയായി ഇസ്രായേൽ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തി. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള നിയന്ത്രണത്തിലുള്ള തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും മുതിർന്ന ഭീകരർക്ക് നേരെയുമാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. പ്രാഥമിക കണക്കുകൾ പ്രകാരം കുറഞ്ഞത് 31 പേർ കൊല്ലപ്പെടുകയും 149 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ NNA റിപ്പോർട്ട് ചെയ്തു. ലബനനിലുടനീളമുള്ള ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ തങ്ങളുടെ സൈന്യം ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വലിയ തോതിൽ പുകപടലങ്ങൾ ഉയർന്നതിനിടെ ടെലിഗ്രാമിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി. ഹിസ്ബുള്ള താവളങ്ങളായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് 18 ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം അവിടുത്തെ താമസക്കാർക്ക് നിർദ്ദേശം നൽകി. ഖമീനിയുടെ വധത്തിന് പ്രതികാരമായിട്ടാണ് ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. ഇതിനെ തുടർന്ന് ലബനൻ തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ദക്ഷിണ ലെബനനിലെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശവും നൽകിയത്.